PDF കാണാമോ? വോയിസ് ക്ലിയർ ആണോ? PDF കാണാം. വോയിസ് ക്ലിയർ ആണ്. Okay, good afternoon. Happy New Year. Happy New Year. New Year 12 മണിക്കൊക്കെ ആഘോഷിച്ചു നിങ്ങളാണ്. Good afternoon. Happy New Year. Yes. നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെ പറഞ്ഞു? ലെഫ്റ്റ് വിത്തൗട്ട് ബീൻ സീൻ പറഞ്ഞോ? ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, പറഞ്ഞു. ഇനി ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണെന്നല്ല അല്ലെ? ഇതിൽ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീൻ. ഇനി അടുത്തത് എന്താണ്? ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് അതായത് ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം, അതായത് എന്താണ് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ വരും? ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുന്നത്? ഒരു അസസ്മെന്റ് ചെയ്യാറുണ്ട്. ഒരാളുടെ BP നോക്കും, ടെമ്പറേച്ചർ നോക്കും, ഓക്സിജൻ സാച്ചുറേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ? ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കാനായിട്ട് എത്ര സമയം വരുന്നു? അതായത് ഒരു പേഷ്യന്റ് വന്ന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടാണോ ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യേണ്ടത്? അല്ല, ഉടനടി വരുന്ന പേഷ്യൻസിന് അപ്പൊ തന്നെ നമ്മൾ അത് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാഷ്വാലിറ്റി ആണ്, നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഓക്കെ, പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഉടനടി അപ്പൊ തന്നെ എന്താണ് ആ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്തിരിക്കണം. നമ്മുടെ BP കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് തന്നെ ചിലപ്പോൾ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യാത്തത് മൂലം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് സംഭവിച്ചേക്കാം. അപ്പോ കൃത്യമായിട്ട് ആ ഇനീഷ്യൽ അസസ്മെന്റിന് കൊടുക്കുന്ന സമയം, എത്രത്തോളം സമയം എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത് കേട്ടോ. മനസ്സിലായോ ഒരു പോയിന്റ്? കേൾക്കാൻ പറ്റുന്നില്ലേ? പേജ് നമ്പർ 35. ഡിസ്ക്വാളിറ്റി എന്നല്ലല്ലോ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞേ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എത്ര സമയം ട്രീറ്റ്മെന്റിന് എടുക്കുന്നു, ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം വേണം, ബുക്ക് ചെയ്യാതെ വരുന്ന പേഷ്യൻസിന് എത്രത്തോളം അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എമർജൻസി ടൈം, ആ ഒരു കാഷ്വാലിറ്റിയിൽ വരുന്ന എത്രത്തോളം സമയം അവരവിടെ സ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സൂചകങ്ങളാണ് ഇതെല്ലാം. ഡിസ്ക്വാളിഫിക്കേഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത് ഇതിനെ? ആണോ? ആണോ? അൺപ്ലാൻഡ് റീഅറ്റൻഡൻസ് റേറ്റ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്രത്തോളം പേഷ്യൻസ് വന്നാൽ, ഇപ്പൊ ബുക്ക് ചെയ്യാതെ പോലെ പേഷ്യൻസ് വന്നാൽ അവർക്ക് എത്ര ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതാണ് എന്ത് ക്വാളിറ്റി, ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതല്ലാത്ത രീതി ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നോക്കാനായിട്ട് നമ്മള് ഇത് വേണമെങ്കിൽ അങ്ങനെയൊന്നും എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, then time to treatment. പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എത്ര സമയത്തിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ? ടൈം ടു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതായത് ചികിത്സിക്കാനായിട്ട്
ചികിത്സ ആരംഭിക്കാനായിട്ട് എടുക്കുന്ന സമയം. ഓക്കെ, അത് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഒരു പേഷ്യന്റ് വന്ന് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്? അല്ല, വന്നാൽ ഉടനടി തന്നെ ആൾക്ക് അസസ് ചെയ്തതിനു ശേഷം ഉടനടി തന്നെ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, സർവീസ് എക്സ്പീരിയൻസ്. സർവീസ് എക്സ്പീരിയൻസ്, ഇവിടെ സർവീസ് എക്സ്പീരിയൻസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആരുടെ സർവീസസിനെ കുറിച്ചിട്ടാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെ. എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കുള്ളൂ? വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ നോക്കുന്ന നമ്മുടെ ഡോക്ടേഴ്സിന്റെ നഴ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻസ് ആണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ എന്തിലുണ്ടായിരിക്കുള്ളൂ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു കാഷ്വാലിറ്റി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് ആയിട്ട് നമുക്ക് അതിനെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗുണനിലവാരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങളാണ് എന്ത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, the last one, role of emergency room clerk or secretary. Role of emergency room clerk or secretary. Emergency room clerk അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ക്ലർക്കിന്റെ അല്ലെങ്കിൽ എമർജൻസി റൂം ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറി രണ്ടൊന്നും തന്നെയാണ് കേട്ടോ. ആളുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റോൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. Interview patients to obtain biographic, demographic, and financial data for registration purpose and enter information so gathered into the hospital computer system. Okay, first അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിനോട് ഇൻഫർമേഷൻസ് ചോദിച്ചറിയാണ് അല്ലെ. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ചോദിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്? ബയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? ബയോഗ്രാഫിക്സ്, ബയോഗ്രാഫിക് എന്താണ്? ഏതൊക്കെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന പേഷ്യൻസിന്റെ ബയോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? പേര്, വയസ്സ്, ഏജ്, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത് ബയോഗ്രാഫിക്സിൽ വരുന്നത്. ഡെമോഗ്രാഫിക്സിൽ എന്തായിരിക്കും വരുന്നത്? ഡെമോഗ്രാഫിക്സില് എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും ഡെമോഗ്രാഫിക്കിൽ വരുന്നത്? അസുഖങ്ങളെ കുറിച്ചിട്ടാണോ? ആയിരിക്കോ? അസുഖങ്ങളാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? ഡെമോഗ്രാഫിക് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൽ വരുന്നത്? അതിൽ വരുന്ന ഒന്നാണ് നമ്മളെ ബയോഗ്രാഫിക് കാര്യങ്ങളിൽ ആദ്യം പറയുന്നത് പേഷ്യന്റെ പേര്, ഡീറ്റെയിൽസ് ആണ്. ഇവിടെ എന്തൊക്കെയായിരിക്കും ഡെമോഗ്രാഫിക്സിൽ വരുന്നത്? പ്രധാനമായിട്ട് ആള് മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ ആളുടെ ഏജ്, ദെൻ അത്തരം കാര്യങ്ങളാണെങ്കിൽ വരുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്തിൽ വരും? ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബയോഗ്രാഫിക്സിലെ പേരും ആളുടെ അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ എന്തായിരിക്കും വരുന്നത്? മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ ആളുടെ ഏജ്, അത്തരം കാര്യങ്ങൾ ഡെമോഗ്രാഫിക്സിൽ വരുന്നത്. ഫിനാൻഷ്യൽ ഡാറ്റയിൽ എന്തൊക്കെ വരും? ഫിനാൻഷ്യൽ ഡാറ്റ ഫിനാൻഷ്യൽ ഡാറ്റ എന്തിനായിരിക്കും ഫിനാൻഷ്യൽ ഡാറ്റ ചോദിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയായിരിക്കും? യെസ്,
ഓൾറെഡി ഒരു ഇൻഷുറൻസ് കവറേജ് ഉള്ളവരാണോ എന്നുള്ളത് ശരിക്കും ഇൻഷുറൻസ് ഡാറ്റ എന്നാണ് അവിടെ പറയുന്നത്, ഫിനാൻഷ്യലി അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻഷുറൻസ് ക്ലെയിംസ് അങ്ങനെ കവറേജസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളത് എന്താണ് ഓൾറെഡി ഇപ്പൊ ക്യാഷ് പേയ്മെന്റ്സിനൊക്കെ വേണ്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന സമയത്ത് തന്നെ അതൊക്കെ ചോദിച്ചറിയുന്നത് അല്ലെ. ചില പേഷ്യൻസിനാണ് ഓൾറെഡി ക്ലെയിമും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെ. യെസ്, അപ്പൊ അത്തരം കാര്യങ്ങൾ ഫസ്റ്റ് വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നതിന്റെ പ്രധാന ഡ്യൂട്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്ക് ആണ് കേട്ടോ. ഒരു പേഷ്യൻസ് വരുന്ന സമയത്താണ് ബയോഗ്രാഫിക്, ഡെമോഗ്രാഫിക് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റാസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് അതൊരു ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഗ്യാദർ ചെയ്യുന്നത് എമർജൻസി റൂം ക്ലർക്ക് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? Then register emergency room patients, file, retrieve medical records for the emergency room physician responsible for processing emergency room admissions. ഇനി എന്താണ് പറയുന്നത്? എമർജൻസി റൂം പേഷ്യൻസിന്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രത്യേകിച്ച് അവരുടെ ഫയല് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സുകള് ഇനി എന്താ പറയുന്നത്, രജിസ്റ്റർ ചെയ്ത പേഷ്യൻസ് ആണെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, ആർക്കാണത് കൈമാറുന്നത്? പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ അല്ലെ, എമർജൻസി റൂം ഫിസിഷ്യൻസിന് ഈ മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം തന്നെ എന്താണ് ഫിസിഷ്യന് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ്. എമർജൻസി പ്രോസസ് അല്ലെങ്കിൽ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ആ ഒരു ഫയൽസുകൾ കൈമാറ്റം ചെയ്യപ്പെടും. ഓക്കെ, രജിസ്റ്റർ ചെയ്തതിന് ശേഷം എമർജൻസി റൂം പേഷ്യൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് എന്താ ഈ എമർജൻസി റെക്കോർഡ്സുകളെല്ലാം ഫിസിഷ്യന് കൈമാറുന്നതും ബാക്കി എമർജൻസി റൂം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോസസ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് ആയിരിക്കും കേട്ടോ. യെസ്, പിന്നെ പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. അദ്ദേഹത്തിന്റെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിന് എങ്ങനെയുള്ള സർവീസസ് കൊടുക്കുകയാണ്? എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മികച്ച രീതിയിലുള്ള അല്ലെ വരുന്ന കസ്റ്റമേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണ്? പേഷ്യൻസിനെയാണ് അല്ലെ. വരുന്ന പേഷ്യൻസിന് ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഓക്കെ, then coordinate activities in connection with admission of patients in the hospital or other medical facility. Coordinate activities in connection with the admission of patients in the hospital or other medical facility. ഇവിടെ എന്താ പറയുന്നത്? എന്ത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? അദ്ദേഹം എന്ത് കാര്യങ്ങളാണ്? ഇപ്പൊ ഒരു പേഷ്യൻസ് വന്നപ്പോ നമ്മളിപ്പോ എപ്പോഴും പറയുന്ന പോലെ അല്ലെങ്കിൽ പീഡിയാട്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എമർജൻസിയിൽ വരുന്നത് ഇപ്പൊ ചെസ്റ്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെ നമ്മള് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് എന്തായാലും മാറ്റേണ്ടി വരും അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ അതായത് അനദർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് അതിനെ കണക്ട് ചെയ്യുന്നത്? അതായത് ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന ആളെ നമ്മൾ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആയിരിക്കുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആളെ നമ്മള് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഈ റൂം ക്ലർക്ക് ആയിരിക്കും, എമർജൻസി റൂം ക്ലർക്ക് ആയിരിക്കും പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? എമർജൻസി സെക്രട്ടറി ആയിരിക്കും കേട്ടോ. ഓക്കെ, coordinate activities in connection with admission of patients in hospital or other medical facility. Other medical facility എന്ന് പറയുന്നത് വ്യക്തിന്റെ ഫെസിലിറ്റി തന്നെയാണ്. കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു. പീഡിയാട്രിക് കുട്ടികളാണെങ്കിൽ എന്താണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പൊ ലേബർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടായിരിക്കും മാറ്റുന്നത് പേഷ്യൻസിനെ? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അല്ലെ. അല്ലെങ്കിൽ ലേബർ പേഷ്യൻസിനാണെങ്കിൽ ലേബർ പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അത്ര ലേഡീസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡ്യൂട്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ മിണ്ടാതിരിക്കുന്നത്?
കേൾക്കാമോ നിങ്ങൾക്ക്? എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണോട്ടോ ചോദിച്ചു കഴിഞ്ഞാല്. Then assess patients' other needs from healthcare professionals like the need of ambulance services or referrals. Assess patients' other needs from healthcare professionals like need of ambulance services or referrals. ഇനി പേഷ്യൻസിന്റെ ആവശ്യകതകൾ അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. കാരണം ഇതിൽ ചില പേഷ്യൻസിന് എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഇതിപ്പോ ആംബുലൻസ് സൗകര്യങ്ങളോ മറ്റു സൗകര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ മറ്റെവിടെയെങ്കിലും റെഫർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലൊക്കെ എന്താണ് അത്തരം ആവശ്യകതകൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് അവരുടെ ആവശ്യാനുസരണം അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടീസും ഇദ്ദേഹമായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് കേട്ടോ. അതായത് പേഷ്യൻസിന്റെ ആവശ്യകതകൾ അനുസരിച്ചിട്ട് ഇനിയിപ്പോ ആംബുലൻസ് സർവീസോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ ആളെ റെഫർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് അത്തരം ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്തതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. ഓക്കെ. ഗ്രീവൻസ് റിട്രസൽ. ഗ്രീവൻസ് റിട്രസൽ എന്താണ്? ഗ്രീവൻസ് എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടവരുടെ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരം കാണുന്നത് ആരായിരിക്കും? ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അതെല്ലാം. ഓക്കെ. എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വരുന്ന എന്തെങ്കിലും കേസസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പരാതികൾക്കൊക്കെ പരിഹാരം കാണുന്നതും എമർജൻസി റൂം ആൾക്കാരായിരിക്കും. ഓക്കെ. Then coordinate with other healthcare executive for bed arrangement. Coordinate with other healthcare executive for bed arrangements. എന്താണ്? പ്രത്യേകിച്ച് ബെഡ് അറേഞ്ച്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ ബെഡ്സിന് അവൈലബിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. ഇത് കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് ചിലപ്പോൾ നമ്മൾ ആളുടെ കണ്ടീഷൻസ് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ദെൻ അടുത്ത് തന്നെ എന്താണ് നമ്മൾ ആൾക്ക് ചിലപ്പോ അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കോ യൂണിറ്റിലേക്കോ മാറ്റേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ കൃത്യമായിട്ട് ബെഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ബെഡിന്റെ അവൈലബിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും പ്രത്യേകിച്ച് ഹെൽത്ത് എക്സിക്യൂട്ടീവുമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കുന്നതൊക്കെ ഇദ്ദേഹമാണ്. പിന്നെ make sure that MLC cases are registered. ഇനി എമർജൻസി ക്ലർക്ക് ഉറപ്പുവരുത്തേണ്ട മെയിൻ കാര്യം എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഫയൽസുകൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇദ്ദേഹമാണ്. ഓക്കെ. The maintenance of records like DAMA patients. Maintenance of records like DAMA patients. ഇവിടെ എന്താ പറയുന്നത്? ആരാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എഴുതി ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. D for discharge, A for against, M for medical, A for advice. നോട്ട് ചെയ്യട്ടോ. ഡാമ എന്താണ്? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഡിസ്ചാർജ് ആണോ അത്? അല്ല. എന്താണ്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന കേസുകളാണ് എന്ത് കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുന്നത്? ഡാമ ലാമ എന്നൊക്കെ പറയുന്നത്. ലാമ എന്ന് പറയുന്നത് എന്താണ്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. രണ്ടും സെയിം തന്നെ കേട്ടോ. ഡാമ എന്ന് പറയുന്നത് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡോക്ടർ നിർദ്ദേശിക്കാതെ ഡോക്ടർ നിർദ്ദേശിക്കാതെ ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസ് ആണ് ഡാമ കാറ്റഗറീസിൽ വരുന്നത്. അതായത് അവരുടെ നിർബന്ധപ്രകാരം. ഓക്കെ. പക്ഷെ അങ്ങനെ ലീവ് ചെയ്ത് പോകണമെങ്കിൽ എന്താണ്? ഡാമ ഫോംസ് ഉണ്ട്. ഡാമ ഫോംസിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഡോക്ടർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ തനിക്ക് ഉണ്ടാകും. അതിനാൽ തന്നെ അതെല്ലാം താൻ ഒറ്റയ്ക്ക് അല്ലെ ആ പേഷ്യന്റ് തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഫോംസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ പേഷ്യന്റ് ഡിസ്ചാർജ് പ്രോസസ് നിങ്ങൾ പഠിക്കുക. ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം എന്തിനാണ് നമ്മൾ ഈ ഡാമ ഫോംസുകൾ പേഷ്യൻസിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്? അതായത് ഹോസ്പിറ്റൽ വിട്ട് പോയി കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന ഡോക്ടറോ ഹോസ്പിറ്റലോ അതിനൊന്നും ഉത്തരവാദികളെല്ലാം ഇന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോംസ് ആണ്. എന്താ?
നാമാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ട ഒരു ഫോം ഉണ്ട്. അതിൽ അവരെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവർ വിടുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ്സുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. ഓക്കെ, medico-legal cases is made based on the patient's condition, unnatural case of injury, RTA, etc. Okay. ഇവിടെ പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഇത്തരം കേസുകളെല്ലാം തന്നെ RTA എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? RTA എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഓക്കെ, എന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. റോഡ് ട്രാഫിക് ആക്സിഡന്റ്, RTA. നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസുകൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് RTA പോലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റേ അസാൾട്ട്, പോയിസണിങ്, അങ്ങനെ അത് അത്ര ഭയങ്കര കേസസ് ആണെങ്കിൽ കൂടി എന്താണ് അതിന്റെയൊക്കെ എല്ലാ റെക്കോർഡ്സുകളും പ്രത്യേകിച്ച് എന്താണ് മെഡിക്കോ ലീഗൽ രജിസ്റ്റേഴ്സിൽ കൃത്യമായിട്ട് നമ്മള് എന്താണ് ഒന്നുകൂടി പറയണോ? RTA എന്ന് പറയുന്നത് എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ROAD, റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഇതെല്ലാം ഏത് കേസസിലാണ് വരുന്നത്? MLC കേസസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ഏത് കേസസ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്യണം? മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് ഫയൽ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് MLC പോലത്തെ എന്ത് കേസസ് വന്നാലും നിർബന്ധമായിട്ടും അത് മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. The local police station is informed immediately. മാത്രമല്ല നമ്മള് ഇത് ഫയൽ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷൻസ് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക. Then casualty incharge will be informing the police. Casualty incharge അല്ലെങ്കിൽ ഇൻചാർജ് ആയിരിക്കുള്ളൂ പോലീസിന് ഇൻഫോം ചെയ്യേണ്ടത്. ബേസ്ഡ് ഓൺ ദ കാഷ്വാലിറ്റി ഇൻചാർജ് ഓർ ട്രീറ്റിംഗ് കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻ. നമ്മളിപ്പോ എന്ത് കേസ് ആണെങ്കിലും പ്രത്യേകിച്ച് മെഡിക്കോ ലീഗൽ കേസസ് ആണെങ്കിലും ആ രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം മാത്രമായിരിക്കണം നമ്മള് പ്രത്യേകിച്ച് പോലീസിനേക്ക് ഇൻഫോം ചെയ്യുന്നത് കേട്ടോ. ആളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കണം എന്ത് ഇൻഫർമേഷൻ. അദ്ദേഹം പറയുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളത് മെഡിക്കോ ലീഗൽ കേസുകളാണെന്ന് തന്നെ ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നമ്മള് കാഷ്വൽ ആ ഒരു സമയത്ത് പോലീസിനൊക്കെ ഇൻഫോം ചെയ്ത വിവരം അറിയിക്കേണ്ടത് കേട്ടോ. ഓക്കെ, റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് സെക്രട്ടറിയുടെ റോൾസുകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തതെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യണം. വരുന്ന പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളും അനലൈസ് ചെയ്തതിനു ശേഷം അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ എമർജൻസി റൂം പേഷ്യൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന്റെ റെക്കോർഡ്സുകളെല്ലാം ഒരു ഫിസിഷ്യന് കൈമാറുകയും എന്തിനു വേണ്ടിയിട്ടാണ് കൈമാറുന്നത്? എമർജൻസി പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സുകൾ കൈമാറുന്നത്. അതേപോലെ തന്നെ വരുന്ന പേഷ്യൻസിന് മികച്ച രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി. ദെൻ ഓരോ വരുന്ന പേഷ്യൻസിനെ മറ്റനദർ ഫെസിലിറ്റിയിലേക്ക് മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇദ്ദേഹമായിരിക്കും. പിന്നെന്താണ് പേഷ്യൻസിന്റെ ആവശ്യകതകൾ അനുസരിച്ചിട്ട് ഇപ്പൊ ആംബുലൻസ് സർവീസുകളോ മറ്റു സൗകര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യമായിട്ട് അസസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നത് ഇദ്ദേഹമാണ്. മറ്റ് ബെഡ് അറേഞ്ച്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമായിരിക്കും. MLC കേസുകൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുന്ന കൃത്യമായി ചെക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് താമ പേഷ്യൻസ് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വാങ്ങി പോകുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസുകളെല്ലാം കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് എന്ന ഫയലിൽ അത് കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്
പ്രത്യേകിച്ച് ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ലോക്കൽ പോലീസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുന്നത് ഒരു കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നതും ആരാണ്? എമർജൻസി റൂം സെക്രട്ടറിയുടെ പ്രധാന റോൾസ് ആണ്. ഓക്കെ, ഇതില് എല്ലാ പോയിന്റ്സ് പഠിക്കണ്ട, ഞാൻ പിക്ക് ചെയ്ത് തരാം ഇപ്പോ, അതിനനുസരിച്ച് പഠിച്ചാൽ മതി കേട്ടോ. MLC എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യാം. ഞാൻ പറയുന്ന അനുസരിച്ച് ടെക്സ്റ്റ് ഉള്ളവരെ പിക്ക് ചെയ്ത് പോവാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് then fourth point, coordinate activities. Fourth point, first point, fourth point pick ചെയ്യാം. Then eighth point, make sure that MLC cases are registered. Eighth point എടുക്കുക കേട്ടോ. എട്ടാമത്തെ, make sure that MLC cases are registered. ഓക്കെ, ബാക്കി ആ 3 പോയിന്റ്സ് 8, 9, 10 ഒക്കെ ടിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കുക, വൈകാട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, യെസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതെല്ലാം? യെസ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 8 ആണ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വർക്ക് ക്ലോസ് ഫങ്ഷൻസ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചോ? ഇമ്പോർട്ടന്റ് ഒന്നല്ല, അറിഞ്ഞിരുന്നാൽ മതി. കണ്ടാൽ ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളതൊക്കെ. ഓക്കെ, ചാപ്റ്റർ 8 എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ ടെക്സ്റ്റ് കിട്ടിയില്ലേ? കിട്ടാത്തവരുണ്ട് ഇനി? കിട്ടാത്തവരുണ്ടോ? വർക്ക് ഫ്ലോ നോക്കാം. ഇവിടെ ഒരു ഫ്രേസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൈൻഡ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ഫ്രേസ്? കസ്റ്റമേഴ്സ്, ഇവിടെ കസ്റ്റമേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പേഷ്യൻസിനെയാണ് കേട്ടോ. ഓക്കെ, കസ്റ്റമേഴ്സ് രാജാക്കന്മാരാണെന്നാണ് പറയുന്നത്. പിന്നെ രാജാക്കന്മാരെങ്ങും അംഗീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ആണോ? അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് കിങ്സ് ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് രാജാക്കന്മാരാണെന്ന് പറയാനുള്ള കാരണം? ഇതായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്തിനാ? ഇതിനാണ് അല്ലെ? യെസ്, പേഷ്യൻസ് ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമില്ല. അതന്നെ, അതൊരു ഫ്രേസ് പോലെ കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. കസ്റ്റമേഴ്സ് രാജാക്കന്മാരാണ്, എന്നാൽ രാജാക്കന്മാരെങ്ങും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രേസ്. അതായത് നമ്മളെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും
ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫാക്ടേഴ്സ് ആണ് ആര്? പേഷ്യൻസിന്. വരുന്ന പേഷ്യൻസിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുമ്പോൾ മാത്രമാണ് ആ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ട് അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ പറയാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലാതെ വരുന്ന പേഷ്യൻസിനെ ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എന്നും ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. Yes, a medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create friendly, welcoming, and well-organized front office for patients and facilitate the well-functioning of the hospital. Okay. Yes. അപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന ആരെയാണ്? ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി വിചാരിക്കാം, അല്ലെ പഴയതായിക്കോട്ടെ, എന്താണെങ്കിലും ആദ്യം നമ്മൾ ആരെയായിരിക്കും ചെന്ന് അറ്റൻഡ് ചെയ്യുന്നത്? ആരെയാണ്? റിസപ്ഷനിൽ പോകും അല്ലെ, ഫ്രണ്ട് ഓഫീസിലാണ് നമ്മൾ ആദ്യം പോകുന്നത് അല്ലെ. യെസ്. അപ്പൊ ഒരു മെഡിക്കൽ റിസപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെ നഴ്സ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഇവരുടെ കൂടെ എല്ലാം തന്നെ എന്താണ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെയാണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ അവരുടെ ആ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല വരുന്ന പേഷ്യൻസിനെ എല്ലാം തന്നെ ഒരു വാം വെൽക്കം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വെരി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന പേഷ്യൻസിനെ വെൽക്കമിങ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ സ്വാഗതം ചെയ്തിട്ടാണ് അവരവരുടെ ഹോസ്പിറ്റലിലേക്ക് ഓരോ പേഷ്യൻസിനെയും സ്വീകരിക്കുന്നത്. ഓക്കെ. ഇനി അപ്പൊ ഓരോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വർക്ക് ഫ്ലോസും ഫങ്ഷൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് എ ഫ്രണ്ട് ഓഫീസ്. Principal function of a front office. The need for professionally trained hospital front office executive. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospital impatient, anxious, and curious. Here come the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy, and courtesy following all hospital operational protocols. Yes. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് വരുന്ന പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് എന്താണ് അവിടെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാകും നമുക്ക്. ചിലപ്പോൾ ടെൻഷൻ ആയതുകൊണ്ട് അല്ലെ, എങ്ങനെയാണ് അവിടെ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ വലിയ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയാണ് പോകേണ്ടത്, ആരെയാണ് കാണേണ്ടത്, അതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും അല്ലെ. അങ്ങനെ വരുന്ന പ്രത്യേകിച്ച് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആരെ കാണണം, ആരോടാണ് സംസാരിക്കേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം ഒന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നുണ്ടല്ലേ അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ആൻഷ്യസ് മാറ്റി അല്ലെങ്കിൽ വളരെ സേഫ് ഹാൻഡ്ലിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ സ്കിൽ ആർക്കുണ്ടായിരിക്കണം? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക്, പ്രത്യേകിച്ച് റിസപ്ഷനിസ്റ്റുകൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. യെസ്. അവരെ ഒരു ഫാമിലി മെമ്പേഴ്സ് എന്ന രീതിയിൽ പോലെ തന്നെ ആയിരിക്കണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം? കുറച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ട്. കാര്യം ഫ്രണ്ട്ലി അപ്രോച്ച് ആണെങ്കിൽ കൂടി എന്താണ് ഇവർക്ക് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ല് കൂടി ഉണ്ടല്ലേ വരുന്ന രീതിയിൽ പ്രൊഫഷണൽ അവരുടെ ഫ്രണ്ട് ഓഫീസ് എന്ന ഒരു പ്രൊഫഷണലിസം ശരിക്കും കാണിച്ചിരിക്കണം. അതേപോലെ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ സിമ്പത്തറ്റിക് ആയിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം, റെക്കോർഡ്സ് വളരെയധികം മര്യാദയോട് കൂടി നമ്മള് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ. ആ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വരുന്ന പേഷ്യൻസിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് റിസപ്ഷനിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അതാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടിരുന്നാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമുള്ളപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്താൽ മതി. യെസ്.
The front office is a department of the hospital which directly make contacts with the patients where they first arrive. Okay. Yes. നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മള് ഫസ്റ്റ് സ്വീകരിക്കുന്നത് ശരിക്കും ആരാണ്? ഫ്രണ്ട് ഓഫീസുകൾ തന്നെയാണ്. സ്റ്റാഫുകളാണ് നമ്മൾ ആദ്യം invite ചെയ്യുന്നത്. The staff of this department are directly family members. It functions as central point of contact across the organization. The department maintains information and record of all the patients of the hospital. It also plays an important role in forming overall impressions of the service provided by the organization. Yes. ഇവിടെ എന്താ പറയുന്നത്? ഈ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ ശരിക്കും പറഞ്ഞാല് ശരിക്കും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ആയിരിക്കും ഒരു ഇടപെടുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും മെയിൻ സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് വരുന്ന പേഷ്യൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസ്, പുതുതായി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവരെല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് ഓർഗനൈസേഷന്റെ ആ ഒരു പ്രോട്ടോകോൾ പ്രകാരം അത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ റിസപ്ഷൻസിന്റെ പ്രധാന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവർ ഓൾറെഡി അവരുടെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ അല്ലെ, ഫ്രണ്ട് പോർഷൻസിൽ തന്നെ ആരുണ്ടായിരിക്കും? റിസപ്ഷൻ കാണാൻ പറ്റും നമുക്ക് അല്ലെ, കാണാറില്ലേ? യെസ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്തായിരിക്കും ഇവരെ വിളിക്കുന്നത്? The front office desk position is often the first person that patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital. Okay. അപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവും എന്ന് പറയുന്നത് ആരെയാണ്? നമ്മള് ഫ്രണ്ട് ഓഫീസുകളെയാണ് അല്ലെ. മുഖം മീൻസ് എന്താണ്? ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവരെ ഫേസ് എന്ന് പറയുന്നത്. അതേപോലെ വോയിസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വരുന്ന പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അല്ലെ. അവര് ഫ്രണ്ട് പൊസിഷൻസിൽ ഇരുന്നുകൊണ്ടാണ് ആ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താ ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ് ആരെന്ന് പറയുന്നത്? വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഫസ്റ്റ് ഫേസ് അവരാണ് അല്ലെ. അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് അവരുടെ വോയിസിലൂടെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മളെ ഹോസ്പിറ്റലിലെ ഫേസ് ആൻഡ് വോയിസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, and they play an important role in the representing the organization. ആ ഒരു ഹോസ്പിറ്റലിന്റെ ശരിക്കും റെപ്യൂട്ടേഷനെ കാണിക്കുന്നത് ശരിക്കും ആര് തന്നെയാണ്? വരുന്ന നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുന്ന റിസപ്ഷനിസ്റ്റ് നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഈ ഹോസ്പിറ്റലിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലെ. നമ്മള് പരിഗണിക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഹോസ്പിറ്റലിൽ പോകില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവിടെ ഇരിക്കും, നമ്മളെ ചീത്ത പറയുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ് അല്ലെ. എന്തെങ്കിലും ചോദിച്ചു എപ്പോ ഡോക്ടർ വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചൂടാവും ചില ആൾക്കാർ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെയാണ് ഒരു റിസപ്ഷനിസ്റ്റ് ബിഹേവ് ചെയ്യേണ്ടത്? ഒരിക്കലല്ല. വരുന്ന പേഷ്യൻസിനെ വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് അവരോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഇവരാണെന്നുള്ളത് നല്ല ബോധ്യത്തോടു കൂടി ആയിരിക്കണം ഇവർ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. മനസ്സിലായോ പറഞ്ഞത്? യെസ്. ഇവിടെ ആകെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ആൻഡ് വോയിസ് എന്നറിയപ്പെടുന്നത്, ഫേസ് ആൻഡ് വോയിസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസുകളാണ് കേട്ടോ. അവർക്ക് ഓപ്ഷൻസിൽ ആൻസർ എടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് അത് മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ഈ ഒരു പോയിന്റ് ഒന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്തേ, ഞാൻ ചോദിച്ചാലോ. നമ്മള് അവിടെ വരുന്ന പേഷ്യൻസിനെ അവർ എങ്ങനെയായിരിക്കണം ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. എങ്ങനെയായിരിക്കണം? പ്രൊഫഷണൽസ് ആയിരിക്കണം, സിമ്പത്തറ്റിക് ആയിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം, കോർട്സി. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടായിരിക്കണം അവര് വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്. ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്തോട്ടോ. Handling such patients or their family members with more professionalism, sympathy, empathy, and courtesy, following all hospital operation protocols. Okay. Here,
ഓക്കെ ആണല്ലേ? ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു വെക്കിയത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, മനസ്സിലായോ? Yes. What does the term customer mean? ഇനി നമ്മള് ഒരു കസ്റ്റമറിന്റെ അർത്ഥം എന്താണ്, മീനിങ് എന്താണെന്നാണ് അതിന് പഠിക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. ക്ലാസ്സിൽ പഠിച്ചവർക്കൊക്കെ കുറച്ച് അറിയാൻ പറ്റിയ ഒരു ഡെഫിനിഷൻ അല്ലെ? എന്താണ്? A customer is refers to a individual or household that purchase goods and services generated within the economy. ആരാണ് ഒരു കസ്റ്റമർ? അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റ് ആണ് കേട്ടോ. കസ്റ്റമർ ആരാണ്? ഓരോ ഇൻഡിവിജ്വൽസിനെയല്ലേ നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, ആണോ? അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ്. എന്താണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനിൽ എന്താ പറയുന്നത്? ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ചരക്കുകളും സേവനങ്ങളും ഒക്കെ വാങ്ങുകയും വിൽക്കുകയും വാങ്ങുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി, നമ്മളപ്പോഴത്തെ ആ കടയിൽ ആരാണ് നമ്മള്? ആരാണ്? ഈ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു, ആ ഹോസ്പിറ്റലിൽ ആരാണ് നമ്മള്? ആരാണ്? കസ്റ്റമേഴ്സ് ആണ് അല്ലെ? യെസ്, ഇതിലുള്ള ഒരു ഡെഫിനേഷൻ പോലെ കൊടുത്തിരിക്കുന്നു എന്നുള്ള കേട്ടോ. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? വാങ്ങുകയും വിൽക്കുകയും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യും വാങ്ങുകയും വിൽക്കുകയും ചെയ്ത പ്രത്യേകിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയില് ആ സാധനങ്ങള് വാങ്ങുകയും വിൽക്കുകയും വാങ്ങുന്ന വ്യക്തികളെയാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഉപഭോക്താവിനെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. ഈ കസ്റ്റമർ എന്ന വേർഡ് ഒരു ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ? ദ വേർഡ് ഈസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം കസ്റ്റം. ഈ കസ്റ്റമർ എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണ്? കസ്റ്റം എന്ന വാക്കിൽ നിന്നാണ്. അതായത് കസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഹാബിറ്റ് എന്നാണ്. കസ്റ്റം മീൻസ് ഹാബിറ്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. യെസ്. ഈ കസ്റ്റം എന്ന വാക്കിന് ഹാബിറ്റ് എന്ന് വരാനുള്ള കാര്യം, ഒരു അർത്ഥം ഇങ്ങനെ വരാനുള്ള കാര്യം എന്തായിരിക്കും? അതിന്റെ ഒരു എക്സാമ്പിൾ പോലെ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റ് മീൻസ് എന്താണ്? ശീലം അല്ലെ? ഹാബിറ്റ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ശീലം അല്ലെ? നമുക്ക് എല്ലാവർക്കും ഓരോരോ ശീലങ്ങൾ ഉണ്ട് അല്ലെ? യെസ്. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എന്താണ്? ഇതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളത് കസ്റ്റം എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഹാബിറ്റ് എന്നാണ് കസ്റ്റമറിന്റെ മീനിങ്ങിന്റെ അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? എ കസ്റ്റമർ ഈസ് സംവൺ ഹു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് എ പെർട്ടിക്കുലർ ഷോപ്പ്. ഒരു മിനിറ്റ്.
കേൾക്കാമോ? അപ്പോഴത്തെ ക്ലാസ്സിന് ഭയങ്കര ശബ്ദം വന്നതുകൊണ്ടാണ് കേട്ടോ. യെസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? A customer is someone who frequently consults a particular shop and make it habit purchase food from there, and with whom the shopkeeper had to maintain the relationship to keep his or her custom, which means expected purchase in the future. Okay, ഇത് മലയാളത്തിൽ പറഞ്ഞാല് നമ്മളിപ്പോ ഒരു കടയിൽ പോയി, ആദ്യമായിട്ട് ഒരു കടയിൽ പോയി എന്ന് വെച്ചോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മൾ അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ വാങ്ങിച്ചു, കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ നല്ലതാണ് അല്ലെ, നല്ലതായിട്ട് തോന്നി നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, പിന്നീട് ആ കടയിൽ തന്നെ നമ്മൾ പോകും അല്ലെ, സെയിം കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെല്ലുന്നതനുസരിച്ച് ആ ഷോപ്പ് കീപ്പർ അല്ലെ, ആ കടയുടമക്ക് നമ്മളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. കാരണം എന്താണ്, ആളെപ്പോഴും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ അവരുമായിട്ട് എന്താണ്, ആ ഷോപ്പ് കീപ്പർ നമ്മളുമായിട്ട് എന്ത് വരുന്നു, ഒരു സമ്പർക്കം ഉണ്ടാകും, ഒരു കോണ്ടാക്ട് വരണം അല്ലെ. അപ്പൊ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ഇനി ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യും എന്താ, ആ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്നും അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അയാൾ എന്താ വിചാരിക്കുന്നത്, ഇനി ഭാവിയിലും ഇവരെ ഈ ഒരു കടയിൽ നിന്ന് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്, ഈ കസ്റ്റമർ എന്ന വാക്കിന് അർത്ഥം തന്നെ എന്തുകൊണ്ടാണ്, ഹാബിറ്റ്, ശീലം. നമ്മൾ ആ കടയെ തന്നെ പിന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് അവിടെ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഒരർത്ഥം, കൃത്യമായിട്ടൊരു അർത്ഥം അതിനെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മള് ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യും നമ്മള്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ആ ഹോസ്പിറ്റലിൽ പോകൂലേ പോകും അല്ലേ. യെസ്, അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. യെസ്, അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമർ എന്ന വാക്ക് ഹിസ്റ്റോറിക്കലി ആണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? Customer needs may be defined as goods or services a customer needs to achieve specific goals. Different needs of varying importance to the customers. ഇനി നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അസുഖമായിട്ടാണ് നമ്മൾ പോകുന്നത് അല്ല, എല്ലാവർക്കും എന്താണ് വ്യത്യസ്ത അസുഖങ്ങളായിരിക്കും അല്ലെ. അതേപോലെ തന്നെ നമ്മളൊരു കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് പല ആവശ്യങ്ങൾ, ഓരോ കസ്റ്റമേഴ്സിനും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അല്ല അല്ലെ. കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വ്യത്യസ്തമാണ് അല്ലെ. എല്ലാ തരപ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മളെല്ലാവരും വ്യത്യസ്ത ആഗ്രഹിക്കുന്നത് നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റ് നല്ലതായിരിക്കണം എന്നാണ് അല്ലെ. ഒരിക്കലും മോശമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ആരും പോയില്ല. നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ്സ് ലഭിക്കണം എന്ന രീതിയിലാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യകതകൾ വ്യത്യസ്തമാണ് അല്ലെ. ഇതായിട്ട് ആവശ്യകത ഓരോരുത്തരുടെ നീഡ് വ്യത്യാസമായിരിക്കും. അപ്പൊ നീഡ്സിനനുസരിച്ച് നമുക്ക് അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് ആ ഹോസ്പിറ്റലിലേക്ക് അവർ പിന്നീട് ആ കസ്റ്റമേഴ്സ് അല്ല പേഷ്യൻസ് പിന്നീട് ആ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് എത്തിച്ചേരും. ഓക്കെ, യെസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പോയിന്റ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ വരെ ടിക്ക് ചെയ്തിട്ടേക്കെ, ഇത് കുറച്ച് പറയാനുണ്ട് ഈ പോയിന്റ്സ് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു ഓക്കെ പറഞ്ഞ് 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഒരു ഓക്കെ വന്നാ ശരിയാവില്ല കേട്ടോ. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ ഒന്നും ചോദിക്കാതെ ക്ലാസ്സിൽ നിന്ന് തന്നെ എടുത്തോണ്ടിരിക്കും. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ ഭയങ്കര ബോറാണ് ക്ലാസ് കേട്ടോ. ഉണ്ടോ തന്നെ കുറച്ച് മാറുന്നുണ്ടോ നിങ്ങള്? എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യണം. ഓൺലൈൻ അല്ലേ എന്നുള്ളൊരു ഉത്തരം വേണ്ട. നമ്മൾ ഇഷ്ടംപോലെ ബാച്ചസ് പഠിപ്പിച്ചിട്ടുള്ള
കുട്ടികളെ ഒരുപാട് പേര് അറിയാം കേട്ടോ. അവരെല്ലാം അത്യാവശ്യം നല്ലോണം ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളാണ്. ഒരിക്കലും ഒരു ഓൺലൈൻ സെഷൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഫിൽ ചെയ്തിട്ടില്ല, ആ കുട്ടികൾക്കും ഫിൽ ചെയ്തിട്ടില്ല. ഇത്രയും ഓഫ്ലൈൻ സെറ്റിംഗ്സിൽ എങ്ങനെയാണോ ക്ലാസ് പോകുന്നത് അതേപോലെ തന്നെ അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ക്ലാസ് എടുക്കാനും തോന്നുള്ളൂ, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കണം, ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഇന്ററാക്ഷൻ ഇല്ലാത്ത ക്ലാസ് ബോറായിരിക്കും കേട്ടോ. ഇനി മുതൽ അത് മാറ്റണേ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. ഹാവ് നൈസ് ഡേ. Thank you.